Hi everyone! Welcome to EduPort Accountancy class. ഇന്ന് മിസ് വന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരും സജഷൻ പ്രകാരം ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ് ഒരുവിധം എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് വന്നത് കേട്ടോ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് മിസ് അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് ക്യാരി ചെയ്യുന്നത്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഓരോന്ന് ഏതൊക്കെ അക്കൗണ്ടിലേക്ക് പോകും എന്നുള്ളതൊക്കെ ഡയറക്റ്റ് ആയിട്ട് മിസ് എന്ത് ചെയ്യാം പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെയാണ് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾക്ക് ഒരു ട്രയൽ ബാലൻസ് ഫോമിലാവും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഒരു ട്രയൽ ബാലൻസ് ആണ് നിങ്ങൾക്ക് തരിക, അതിന്റെ താഴെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് എന്തായിട്ടുണ്ടാവും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇതിന്റെ ബേസിക് റൂൾ എന്ന് പറയുന്നത് എന്താണ്? ട്രയൽ ബാലൻസിൽ തന്ന ക്വസ്റ്റ്യൻസ്, ട്രയൽ ബാലൻസിൽ തന്ന ഐറ്റംസ്, എന്തൊക്കെ ഐറ്റംസ് ആണോ അതിനെല്ലാം ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. ട്രയൽ ബാലൻസിലുള്ള ഐറ്റം വിച്ച് മീൻസ് ഈ ഐറ്റംസ് മൊത്തത്തിനും എത്ര ട്രീറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ? 1 ട്രീറ്റ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. വേർ ആസ് അഡീഷണൽ ഇൻഫോർമേഷൻ തന്നതിനാണെങ്കിലോ 2 ട്രീറ്റ്മെന്റ്സ് ഉണ്ടാകും. എത്ര ട്രീറ്റ്മെന്റ് ഉണ്ടാകും? 2 ട്രീറ്റ്മെന്റ്. അതായത് 2 അക്കൗണ്ടുകളിലേക്ക് എഴുതേണ്ടി വരും. എന്താ ഈ 2 അക്കൗണ്ടുകളിലേക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ടോട്ടൽ 3 അക്കൗണ്ടുകളാണ് നമ്മൾ വരയ്ക്കുന്നത് അല്ലെ. 3 അക്കൗണ്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് വരയ്ക്കുന്നത്. ഏതൊക്കെ 3 അക്കൗണ്ടാണ് വരയ്ക്കുന്നത് മക്കളെ? ഏതൊക്കെ 3 അക്കൗണ്ട് ആണ്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേതായിട്ടാണ് എന്ത്? ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം വരുന്നത്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ട്രയൽ ബാലൻസിൽ തന്ന ഈ ഓരോ ഐറ്റംസും ഈ 3 അക്കൗണ്ടുകളിലായിരിക്കും പോകാം ഒറ്റ പ്രാവശ്യം. വേർ ആസ് അഡീഷണൽ ഇൻഫോർമേഷനിൽ തന്ന ഐറ്റംസ് ആണെങ്കിലോ 2 അക്കൗണ്ടുകളിലേക്ക് പോകും. ഒന്ന് ഒരു PNL ട്രേഡിംഗിലോ ആയിരിക്കാം, ഒന്ന് എവിടെ ആയിരിക്കും? ഒന്ന് ബാലൻസ് ഷീറ്റിലായിരിക്കും. അപ്പൊ അത് ഓർമ്മ വെക്കുക. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ 2 സ്ഥലത്ത് എന്ത് ചെയ്യാനുണ്ട്? നോട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അഡീഷണൽ ഇൻഫോർമേഷൻ ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, അഡീഷണൽ ഇൻഫോർമേഷൻ റീഡ് ചെയ്തതിന് ശേഷം ഏതൊക്കെ ഐറ്റത്തിന്റെ മുകളിലാണ് ഈ അഡീഷണൽ ഇൻഫോർമേഷൻ വന്നിട്ടുള്ളത്, നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വരുത്താനുള്ളത് എന്ന് എന്ത് ചെയ്യാം? ഫസ്റ്റ് തന്നെ നോട്ട് ചെയ്ത് വെക്കുക, മറന്നു പോകരുത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വേറെ ഒരു സ്ഥലത്തും കൊടുത്തിട്ടുണ്ടാവില്ല, അഡ്ജസ്റ്റ്മെന്റിന്റെ പ്ലേസിൽ മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെ മറന്നു പോവരുത്. എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യരുത്? മറന്നു പോവരുത്. രണ്ടാമത്തേത് ബി, ഇൻഷുറൻസ് പ്രീപെയ്ഡ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് 2000. അപ്പൊ എന്തിന്റെ മുകളിലാണ് ഉള്ളത് അഡ്ജസ്റ്റ്മെന്റ്? ഇൻഷുറൻസിന്റെ മുകളിലാണ് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഇൻഷുറൻസിന് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അടുത്തത് എന്താണ്? റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്. റെന്റ് കൊടുക്കുന്നത് അതെവിടാണ്? റെന്റിന്റെ മുകളിലും എന്തുണ്ട്? അഡ്ജസ്റ്റ്മെന്റ്. റെന്റും ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. റൈറ്റ് ഓഫ് ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ട്. അത് ഏതിന്റെ മുകളിലായിരിക്കും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുക? ബാഡ് ഡെപ്റ്റ് എപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുക നമ്മുടെ ഡെപ്റ്റേഴ്സിന്റെ മുകളിലായിരിക്കും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുക. പ്ലസ് ഈ ബാഡ് ഡെപ്റ്റിന്റെ മുകളിലും. ഓക്കെ, ബാഡ് ഡെപ്റ്റിന്റെ മുകളിലും ഫർദർ ബാഡ് ഡെപ്റ്റ് എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മിസ് പറയും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഡെപ്രിസിയേറ്റ് മെഷീനറി അറ്റ് 10%. സോ വിച്ച് മീൻസ് നമ്മുടെ മെഷീനറിക്കും എന്ത് വന്നിട്ടുണ്ട്? ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയ എല്ലാ അഡ്ജസ്റ്റ്മെന്റും വരുന്ന ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു മക്കളെ? മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഐറ്റം എന്താണ്? മിസ് പറഞ്ഞു ഇവിടെ ടോട്ടൽ 3 അക്കൗണ്ട്സുകളാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ 3 അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിലെ മെയിൻ ടാസ്ക്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഏതൊക്കെ ഐറ്റംസ് ആണ് ഏതൊക്കെ അക്കൗണ്ടുകളിൽ വരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ മിസ് എപ്പോഴും പറയുന്ന പോലെ ഞാൻ അക്കൗണ്ടിനെ 5 ഹെഡ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 5 ഹെഡ് ആക്കിയിട്ട്. ഏതൊക്കെ 5 ഹെഡ്? അസറ്റ്, എക്സ്പെൻസസ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. ഓക്കെ, അസറ്റ്, എക്സ്പെൻസസ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വേറൊരു ഓർഡറിൽ എഴുതാം. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസസ്. അസറ്റ്, ലയബിലിറ്റി നമ്മുടെ സ്വന്തം സാധനം, ലയബിലിറ്റി നമ്മുടെ ബാധ്യത, ക്യാപിറ്റൽ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇൻകം, എക്സ്പെൻസസ് വരുമാനം, വരവ് ചെലവ്. ഓക്കെ, ഇൻകം, എക്സ്പെൻസസ്. ഇതിൽ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ എങ്ങോട്ടുള്ളതാ മക്കളെ? ബാലൻസ് ഷീറ്റിലേക്കാണ് എഴുതേണ്ടത്. ഈ ഒരു ട്രയൽ ബാലൻസിൽ തരുന്ന എല്ലാ അസറ്റുകളും എല്ലാ ലയബിലിറ്റീസുകളും എല്ലാ ക്യാപിറ്റലും എവിടേക്കാണ് എഴുതേണ്ടത് മക്കളെ? അത് ബാലൻസ് ഷീറ്റിലേക്കുള്ളതാണ്. ബാക്കി 2 ഐറ്റം, അതായത് വരവ് ചെലവ്, ഇൻകവും എക്സ്പെൻസസും, അത് എവിടേക്കുള്ളതാ?
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കുള്ളതാണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് മാത്രം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ബൈ ഹാർട്ട് ആക്കി പഠിച്ചു വെക്കുക. കാരണം ബാക്കിയുള്ള എല്ലാ ഇൻകം എക്സ്പെൻസസും എങ്ങോട്ടുള്ളതാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കുള്ളതാ. അങ്ങനെയാണെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ഉണ്ടാവല്ലോ അല്ലെ, ഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും, ഡയറക്റ്റ് ഇൻകവും ഇൻഡയറക്റ്റ് ഇൻകവും. ഓക്കെ, നമ്മളൊരു ഡ്രസ്സിന്റെ ബിസിനസ് ആണെങ്കിൽ ആ ഡ്രസ്സ് വാങ്ങുന്നതും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം, ആ വാങ്ങുന്നതും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ വരും? പർച്ചേസ്, സെയിൽ അല്ലെ, വാങ്ങുക, വിൽക്കുക. പിന്നെ നമ്മുടെ ഓൾറെഡി ഉള്ള നമ്മുടെ സ്റ്റോക്ക്, വാങ്ങിയ സ്റ്റോക്ക്, ഓൾറെഡി ക്ലോസ് ചെയ്യുന്ന സമയത്തുള്ള സ്റ്റോക്ക്. അപ്പൊ 4 ഐറ്റം കിട്ടിയല്ലോ. പിന്നെ എന്താണ് ഇതിലേക്ക് ട്രേഡിംഗിലേക്ക് വരിക? ഈ വാങ്ങിയത് തിരിച്ചയച്ചാൽ വിറ്റത് തിരിച്ച് വന്നാൽ, അതായത് പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ. അപ്പൊ 4 ഐറ്റം അല്ലെ, പർച്ചേസ്, സെയിൽസ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ. ഇനി വേറെ എന്താ ഐറ്റം? വേറെ 2 ഐറ്റം ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടാകും. അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവരുന്നതിൽ ചെറിയ ചെറിയ ചെലവുകൾ, അത് ഉണ്ടായത് മൂലം മാത്രം വരുന്ന ചെലവുകൾ ഉണ്ടാവും. അതാണ് എന്ത്? ഡയറക്റ്റ് എക്സ്പെൻസസ്, വിച്ച് ഇസ് വേജസും കാരേജ് ഇൻവേർഡും. ഓക്കെ, പിന്നെയോ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രൊഡക്റ്റ് വന്നാലും വന്നില്ലെങ്കിലും, ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്താലും സെയിൽ ചെയ്തില്ലെങ്കിലും ഈ എക്സ്പെൻസസുകളും ഈ ഇൻകവും നമ്മൾ എന്ത് ചെയ്യും? കിട്ടും. അതായത് നമ്മുടെ ഒരു ബിസിനസ്സിൽ, ഒരു കമ്പനിയിലെ ഒരു സ്റ്റാഫിന് സാലറി കൊടുക്കണം. അത് ഈ ഡ്രസ്സിന്റെ സാധനം വിറ്റാലും വിറ്റില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യണം? ആൾക്ക് സാലറി കൊടുക്കണം. അതാണ് എന്ത്? ഇൻഡയറക്റ്റ്. ഡയറക്റ്റ്ലി അല്ലാത്ത എക്സ്പെൻസസിനാണ് എന്ത് പറയുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പൊ ബാക്കിയുള്ള എല്ലാ ഇൻകവും ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസസും എവിടേക്കുള്ളതാ മക്കളെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഉള്ളതാണ്. അപ്പൊ ഏകദേശം ഒരു പിക്ചർ കിട്ടിയല്ലോ. പിന്നെ ബാക്കി അസറ്റ്, ഇൻകം, ലയബിലിറ്റി എല്ലാം എവിടേക്കുള്ളതാ? നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്കുള്ള. അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായ ഓരോ ഐറ്റത്തിലേക്ക് എവിടേക്കാ വരിക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? ഇതിലേക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടേക്കുള്ളതാ? ട്രേഡിംഗ് അക്കൗണ്ടിലേക്കുള്ളതാണ്. പർച്ചേസ് ട്രേഡിംഗ് ആണ്, സെയിൽസ് റിട്ടേൺ ട്രേഡിംഗ് ആണ്, ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്, അത് ബാലൻസ് ഷീറ്റ് ആണ്. ഫർണിച്ചർ അതും അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റ്. ഡെപ്റ്റേഴ്സ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റ്. മെഷീനറി ബാലൻസ് ഷീറ്റ്. ക്യാരേജ് ഓൺ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ് പർച്ചേസ് ചെയ്തതുകൊണ്ട് വന്ന എക്സ്പെൻസ്. അപ്പൊ അതെന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട്. വേജസും ഇത് സംഭവിച്ചിട്ടില്ലെങ്കിൽ, വേജസ് എന്ന് പറഞ്ഞാൽ ദിവസക്കൂലി. ഒരു സാധനം വന്നില്ലെങ്കിൽ ഇതിലേക്ക് എന്ത് ചെയ്യണ്ട? ദിവസക്കൂലി കൊടുക്കണ്ട. അപ്പൊ അത് എന്തിലേക്കുള്ളതാണ്? ട്രേഡിംഗ്. റെന്റ് എന്തായാലും കൊടുക്കണം, അതെന്താണ്? P&L എക്സ്പെൻസ് ആണ് അല്ലെ. ബാഡ് ഡെപ്റ്റ് അതും P&L. നെക്സ്റ്റ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്യാപിറ്റലിൽ നിന്നും വലിക്കുന്നതാണ്. അത് എവിടേക്കുള്ളതാ? ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലിൽ നിന്നും മൈനസ് ചെയ്യണം. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എന്താ? ചെലവുകളാണ് അല്ലെ, സ്റ്റേഷനറി വാങ്ങുക, വിൽക്കുക എന്നുള്ളതൊക്കെ. സോ അതെന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓഫീസ് എക്സ്പെൻസസ്, ഓഫീസിലുള്ള ചെലവുകൾ, അത് നമ്മൾ ഡ്രസ്സ് വിറ്റാലും വിറ്റില്ലെങ്കിലും ഓഫീസിലെ എക്സ്പെൻസസ് എന്തുണ്ടാവും? അവിടെ ഉണ്ടാവും. അതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻഷുറൻസും അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സെയിൽസ് എവിടെ ഉള്ളതാ? വാങ്ങുക, വിൽക്കുക. പർച്ചേസ്, സെയിൽസ് ഒബ്വിയസ്ലി അത് ട്രേഡിംഗിലേക്കുള്ളതാണ്. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ്. ക്രെഡിറ്റേഴ്സ് നമ്മുടെ ലയബിലിറ്റി ആണ്, അപ്പം ബാലൻസ് ഷീറ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബാങ്കിലേക്ക് കൊടുക്കാനുള്ളത്, അതും എന്താണ്? ബാലൻസ് ഷീറ്റ്. കമ്മീഷൻ റിസീവ്ഡ്, നമുക്കൊരു വരുമാനം കിട്ടുകയാണ് അല്ലെ, കമ്മീഷൻ കിട്ടുക, അതെന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അത് എവിടേക്കുള്ളതാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പായ ഓരോ ഐറ്റംസ് എവിടേക്കുള്ളതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവണമെങ്കിൽ എന്താണ് ഈ 5 ഹെഡ്? ഈ 5 ഹെഡിന്റെ കറക്റ്റ് മീനിങ് എന്താണ്? എന്താ 5 ഹെഡ്? അസറ്റ്, ഇൻകം, ലയബിലിറ്റി, എക്സ്പെൻസസ്, ഇൻകം. ഈ 5 ഹെഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. ആ ഹെഡിന്റെ അണ്ടറിൽ ഏതൊക്കെ ഐറ്റംസ് വരും എന്നറിയണം. എന്താണ് ട്രേഡിംഗിലേക്ക് പോവുക, എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോവുക, എന്താണ് ബാലൻസ് ഷീറ്റിലേക്ക് പോവുക എന്നുള്ളത് പറയണം. നിങ്ങൾക്ക് ഇതോടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ പോസ്റ്റിംഗ് തുടങ്ങിക്കൂടെ? നമ്മൾ 3 കോളം വരയ്ക്കും, 3 അക്കൗണ്ട് വരയ്ക്കണം. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഒന്ന് ബാലൻസ് ഷീറ്റ്. അപ്പൊ മിസ് ഫസ്റ്റ് എന്ത് ചെയ്യാൻ പോവാണ്? ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാൻ പോവാണ് അല്ലെ. സോ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചാൽ കിട്ടുന്ന പ്രോഫിറ്റിന്റെ പേര്, ബാലൻസ് ചെയ്യുമ്പോൾ ഒരു ബാലൻസിങ് ഫിഗർ ഉണ്ടാവല്ലോ, ആ ബാലൻസിങ് ഫിഗറിന്റെ പേരാണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്. P&L അക്കൗണ്ടിന്റെ ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ്. ഡെബിറ്റിലാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ്, ക്രെഡിറ്റിലാണെങ്കിൽ ഗ്രോസ് ലോസ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ബാലൻസിങ് ഫിഗറിന് എന്താ പറയാ? നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസ്. ഡെബിറ്റിലാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്, ക്രെഡിറ്റിലാണെങ്കിൽ എന്താണത്? നെറ്റ് ലോസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് വെച്ച് തുടങ്ങാം. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യാനുള്ളത്? ഫസ്റ്റ് ഓരോ ഐറ്റംസ്, ട്രേഡിംഗിലേക്കുള്ള ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാം? നോട്ട് ചെയ്താൽ. വേജസ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യം അപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗിലേക്കുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ഐറ്റം എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്. എല്ലാ എക്സ്പെൻസസും ഡെബിറ്റ് ആണ്, എല്ലാ ഇൻകവും ക്രെഡിറ്റ് ആണ്. അത് 2 അക്കൗണ്ടിലും ഒരേപോലെയാണ് കേട്ടോ. ഓപ്പണിംഗ് സ്റ്റോക്ക് 50,000. നെക്സ്റ്റ് ഐറ്റം എന്താ വരുന്നത്?
പർച്ചേസസ് ട്രേഡിംഗിലുള്ളതാ. റിട്ടേൺ വല്ലതുമുണ്ടോ? ഇല്ല. സെയിൽസ് റിട്ടേൺ ആ കാണുന്നത്, പർച്ചേസ് റിട്ടേൺ ഒന്നും കാണുന്നില്ല. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് പുറത്തേക്ക് എഴുതിയാൽ മതി. പർച്ചേസസ് 3,50,000 എന്താണ് പർച്ചേസസ്. അടുത്തായിട്ട് എന്താ മോളെ, സെയിൽസ് റിട്ടേൺ. അത് സെയിൽസിലാണ് സെയിൽസ് റിട്ടേൺ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് മെൻഷൻ ചെയ്യണം, സെയിൽസ് ചെയ്യണം അല്ലെ. അത് നമുക്ക് സെയിൽസിന്റെ കൂടെ മൈനസ് ചെയ്യാനുള്ളതാ. നെക്സ്റ്റ് ഈ സൈഡിൽ ഏതെങ്കിലും ക്യാരേജ് ഓൺ പർച്ചേസസ് വേജസും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസസ് വരുന്നുണ്ട്. എന്തൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസസ് ആ വരുന്നത്, ക്യാരേജ് ഓൺ പർച്ചേസസ് വരുന്നുണ്ട്. പിന്നെ എന്താ വരുന്നത്, ക്യാരേജും വരുന്നുണ്ട്, വേജസും വരുന്നുണ്ട് അല്ലെ. യെസ്, വേജസും വരുന്നുണ്ട്. ഓക്കെ, ക്യാരേജ് എത്ര, ക്യാരേജ് 12,000 8,000. 12,000 വേജസ് 8,000. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലോ, ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരുന്നത്, സെയിൽസ് റിട്ടേൺ, ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ നമുക്ക് സെയിൽസ് ഉണ്ട്. സെയിൽസ് എത്ര എമൗണ്ട് വരുന്നത് മോളെ, 4,21,000 ആണ് സെയിൽസ് എമൗണ്ട് വരുന്നത്. 4,21,000 മൈനസ് സെയിൽസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ ഇല്ലാത്തത് കൊണ്ടാണ് പർച്ചേസിന് പുറത്തേക്ക് എഴുതിയത്. ഇവിടെ സെയിൽസ് റിട്ടേൺ ഉണ്ട്. അപ്പൊ സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യണം, ഉള്ളിൽ എഴുതണം. 4,21,000. സെയിൽസ് റിട്ടേൺ എത്രയാണ്, 5,000. എത്രയാണ്, 5,000. ഓക്കെ, ഇനി വേറെ എന്താണ്, ഇത് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുക. 4,21,000 4,16,000. ഓക്കെ, 4,16,000 കിട്ടും. പിന്നെ എന്താ ഐറ്റം വരുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, പർച്ചേസ് എഴുതി, പർച്ചേസ് റിട്ടേൺ ഇല്ല, സെയിൽസ് എഴുതി, സെയിൽസ് റിട്ടേൺ ഉണ്ട്. പിന്നെന്താ, വേജസ് എഴുതി, ക്യാരേജ് എഴുതി. പിന്നെ ഒരു ഐറ്റം ഈ ഒരു അക്കൗണ്ടിൽ വരുന്നുണ്ടല്ലോ. യെസ്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഒക്കെ നന്നായിട്ട് നോക്കുക. നമ്മുടെ ലൈവിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി ചാനലും ഇതിന്റെ നോട്ട്സിൽ ഉണ്ടാവും കേട്ടോ. സോ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഇതെന്താ വരുന്നത്, ലാസ്റ്റ് എന്താ വരുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക്. യെസ്, ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ ഉള്ളതാ മക്കളെ, അഡ്ജസ്റ്റ്മെന്റിലുള്ളതാണ് ഈ ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മൾക്ക് ഇവിടെ തരില്ല, എവിടെ കൊടുക്കുന്നത്, അഡ്ജസ്റ്റ്മെന്റിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ആ അഡ്ജസ്റ്റ്മെന്റിലുള്ളതിനെ കൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന് എത്ര എഫക്ട് ഉണ്ടാവും, 2 എഫക്ട് ഉണ്ടാവും. സോ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്, 2,500 ആണ് എന്ത്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് ഒരു സ്ഥലത്ത് എഴുതിയാൽ മതിയോ, ഇല്ല. കാരണം എന്താണ്, അഡ്ജസ്റ്റ്മെന്റിലാണ് വന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ നേരെ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടെഴുതണം. ബാലൻസ് ഷീറ്റ്, ലയബിലിറ്റി അറിയാലോ, ഫോർമാറ്റ് അറിയാലോ, ലയബിലിറ്റി, എമൗണ്ട്, അസറ്റ്, എമൗണ്ട്. ഓക്കെ, അപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ അസറ്റ് അല്ലേ, അവിടെ ബാക്കിയുള്ള ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുക. ക്ലോസിംഗ് സ്റ്റോക്ക് 2 സ്ഥലത്തും ഒരുമിച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. കാരണം എന്താണ്, ഇല്ലെങ്കിൽ മറന്നു പോകും. ഓക്കെ, 2,500 ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്തു. ഇനി ഈ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, ഒന്നും ആഡ് ചെയ്യാനില്ല. അടുത്തത് എന്താ പണി, ബാലൻസ് ചെയ്യുക. ഏത് സൈഡാണ് കൂടുതൽ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ 4,16,000 പ്ലസ് 2,500 വരുന്നുണ്ട്. ഇവിടെ 50,000, 3,50,000, 12,000, 8,000. അപ്പൊ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 4,20,000 കിട്ടുന്നുണ്ട്. 4,20,000 ഇവിടെ കിട്ടും. വിച്ച് മീൻസ് ഇവിടെയും എന്ത് വേണം, 4,20,000 വേണം. മനസ്സിലായോ? ഇവിടെ ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. എനിക്ക് ഡെബിറ്റ് കൂട്ടിയപ്പോഴാണ് കൂടുതൽ എമൗണ്ട് കിട്ടിയത്. അതനുസരിച്ച് എന്താണ്, ക്രെഡിറ്റിലും ആ കൂടുതൽ എമൗണ്ട് തന്നെ വേണം. പക്ഷെ അവിടെ ടാലി ആവൂല, ഇത് ടാലി ആവൂല. എന്താ പ്രശ്നം, ഇവിടെ എത്ര കൂട്ടിയാൽ വരുന്നില്ല. 4,16,000ലേക്ക് 2,500 കൂട്ടുമ്പോൾ 4,18,500 വരുന്നുള്ളൂ. അപ്പം 4,20,000 ആക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം, 1,500 ആവശ്യമുണ്ട്. 1,500 ആവശ്യമുണ്ട്. അപ്പൊ അതെന്താണ്, ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റും ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ഗ്രോസ് ലോസുമാണ്. ഇവിടെ എന്താ സംഭവിച്ച മക്കളെ, ഇവിടെ ഗ്രോസ് ലോസ് ആണ് വന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇപ്പൊ ഡെബിറ്റിലാണ് ഇതിന്റെ ബാലൻസ് എങ്കിൽ അതെന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത അക്കൗണ്ട് എന്താണ്, P&L അക്കൗണ്ട് ആണ്. P&L അക്കൗണ്ടിലേക്കുള്ള ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എന്താണ്, ഈ ഗ്രോസ് ലോസിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. സപ്പോസ് ഗ്രോസ് ലോസ് ഇവിടെ ആണെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് ആയിട്ട് P&Lന്റെ ഇപ്പുറത്തെ സൈഡിലാണ്, ഡെബിറ്റ് സൈഡിലാണ് ചെയ്യേണ്ടത്. ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിലോ, സപ്പോസ് ഇറ്റ് ഇസ് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ നേരെ ക്രിസ് ക്രോസ് ആയിട്ട് ചെയ്യട്ടോ. അതൊരു ടെക്നിക്കായിട്ട് നോക്കിയാൽ മതി. ഓക്കെ, സോ അപ്പൊ ക്ലിയർ ആയി. ഗ്രോസ് ലോസ് ട്രാൻസ്ഫർ ചെയ്യുക. ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മുടെ പണി എന്താണ്, ഗ്രോസ് ലോസിനെ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. ഗ്രോസ് ലോസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എത്ര വരുന്നത്, സോറി ഇവിടെ അല്ലല്ലോ, നമ്മുടെ ഉൾട്ടായിട്ടല്ലേ. ഓക്കെ, ഗ്രോസ് ലോസിന് ട്രാൻസ്ഫർ ചെയ്യുക. ഗ്രോസ് ലോസിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 1,500 ഗ്രോസ് ലോസ്. ഇവിടെയാണ് ഗ്രോസ് ലോസ്, ക്രെഡിറ്റ് സൈഡിലാണ് ഗ്രോസ് ലോസ്. ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് ലോസ് ഉള്ളത് നേരെ ഓപ്പോസിറ്റ് ഡെബിറ്റ് സൈഡിലേക്ക് ഗ്രോസ് ലോസ് എടുക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് എഴുതട്ടോ. നമ്മുടെ P&L അക്കൗണ്ട് ഒന്ന് ഷെയർ ആക്കുക. പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്,
പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഇത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കണമെന്നില്ല, ട്രേഡിങ്ങിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരച്ചാലും മതി. ഓക്കെ, സോ ഗ്രോസ് ലോസ് 1500 എന്നുള്ളത് എന്ത് ചെയ്തു, നമ്മൾ എഴുതി. ഇനി ബാക്കി ഐറ്റംസ് എന്താ, നമുക്ക് ഏതൊക്കെയാണ് ഇനി ആഡ് ചെയ്യാനുള്ളത്. അതിന് മുന്നേ ഏതൊക്കെ എഴുതിയത് എന്നുള്ളതൊന്ന് ടിക്ക് ഇട്ടാലോ. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, പർച്ചേസ് എഴുതി, സെയിൽസ് എഴുതി, ക്യാപിറ്റൽ ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇതൊന്നും എഴുതിയിട്ടില്ല അല്ലേ. ഓക്കെ, ക്യാരേജ് ഓൺ പർച്ചേസ് എഴുതി. ഇത്രയും ഐറ്റംസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ബാക്കി ഏതൊക്കെ ഐറ്റംസ് ആണ് P&L അക്കൗണ്ടിലേക്ക് വരാം. ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ് ഷീറ്റ് ആണ്, ഇത് ബാലൻസ് ഷീറ്റ് ആണ്, ഇത് ബാലൻസ് ഷീറ്റ് ആണ്. യെസ്. ഓക്കെ, ഇതാ റെന്റ് വരുന്നുണ്ട്. റെന്റ് എന്താണ്, P&L അക്കൗണ്ടിലാണ്. പക്ഷെ ഞാനൊരു മഞ്ഞ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ മഞ്ഞ മാർക്ക് ചെയ്തതിന്റെ അർത്ഥം, റെന്റിൽ എന്തോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. റെന്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് 5000. റെന്റ് 5000 ഔട്ട്സ്റ്റാൻഡിങ് ആണ്. 5000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, കൊടുക്കാനുള്ളത് കൊടുത്തിട്ടില്ല. ഓക്കെ, ഈ കൊടുക്കാനുള്ളതൊക്കെ എന്തൊക്കെയാണോ കൊടുക്കാനുള്ളത് അപ്പൊ അത് ആ വർഷം തന്നെ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ കൊടുക്കാനുള്ളത് എത്രയാണ്, 15000 + 5000 20000 രൂപ ആ വർഷം കൊടുക്കണം. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, 15000 കൊടുത്തിട്ടുള്ളൂ. 5000 എന്താണ്, കടമായിട്ട് കൊടുക്കാതെ അവിടെ വെച്ചതാണ്, ഔട്ട്സ്റ്റാൻഡിങ് ആക്കി വെച്ചതാണ്. അത് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ളത്. പക്ഷെ ഇത് ഈ വർഷം തന്നെ കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് ഈ വർഷത്തിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കാണിക്കണം. അതാണ് അതിന്റെ ഫസ്റ്റ് ട്രീറ്റ്മെന്റ്. അപ്പൊ അതെന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് വന്നാൽ ഏതാണോ ഔട്ട്സ്റ്റാൻഡിങ് വന്നത്, റെന്റ് ആണ് ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് വന്നത്, ആ റെന്റിന്റെ കൂടെ P&L അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. റെന്റിന്റെ കൂടെ P&L അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കണം, ആഡ് ചെയ്ത് കൊടുക്കണം. റെന്റിന്റെ കൂടെ എന്ത് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക P&L. ഓക്കെ, ഈ ഔട്ട്സ്റ്റാൻഡിങ് രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് എന്താ, 2 ട്രീറ്റ്മെന്റ് ഉണ്ടാവല്ലോ, എല്ലാത്തിനും 2 ട്രീറ്റ്മെന്റ് ഉണ്ടാവല്ലോ. രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് എന്താണ്, അത് ഫസ്റ്റത്തെ ട്രീറ്റ്മെന്റ്. രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് എന്താ, അതിനെ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകണം. ബാലൻസ് ഷീറ്റിലേക്ക് എന്ത് കൊണ്ടുപോയാൽ അത് അസറ്റ് ആണോ, കൊടുക്കാത്തത് നമ്മുടെ അസറ്റ് ആണോ, അല്ല, കൊടുക്കാത്തത് എന്താണ്, ലയബിലിറ്റി ആണ്. അപ്പൊ അതൊന്ന് ചെയ്തേ. സോ വേജസ് ഉണ്ട്, വേജസ് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം, ഉള്ളിൽ എഴുതണം. എത്ര അഡ്ജസ്റ്റ്മെന്റ് വേജസിന് വരുന്നത്, സോറി വേജസ് അല്ല, നമ്മുടെ റെന്റ് ഉണ്ട് അല്ലെ, റെന്റ് ആണ്. റെന്റ് എത്രയാണ്, 15000 ആണ് റെന്റ് വരുന്നത്. ഇവിടെ എന്താ വരുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് എത്ര വരുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് 5000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പൊ എന്താ ചെയ്യുക, ഈ വർഷം തന്നെ അതിന്റെ കണക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കാണിക്കണം. ഈ വർഷം തന്നെ ഈ വർഷം കിട്ടാനുള്ളതിന്റെ കണക്ക് ഈ വർഷം കാണിക്കണം. 15000 + 5000 20000 രൂപ റെന്റിൻ്റെത് വന്നു. ഇനി ഈ 5000-ത്തിനാണ്, ഈ 15000-ത്തിന് ഒറ്റ ട്രീറ്റ്മെന്റ് ഉള്ളൂ, അത് ട്രയൽ ബാലൻസിൽ വന്നതാണ്. ഔട്ട്സ്റ്റാൻഡിങ്ങിന് ഇവിടെ 2 ട്രീറ്റ്മെന്റ് ഉണ്ട്, അഡ്ജസ്റ്റ്മെന്റിൽ വന്നതുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എന്താണ്, ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ഔട്ട്സ്റ്റാൻഡിങ് എത്ര വരുന്നത്, 5000. ഓക്കെ, ക്ലിയർ. അടുത്തത് ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് ഒരു കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുള്ളതാണ്. ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷണൽ ബാഡ് ഡെപ്റ്റ്, ഫെർദർ ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്, നിങ്ങളുടെ ട്രയൽ ബാലൻസിലാണ് വരുന്നതെങ്കിൽ അതിന് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി, ബാഡ് ഡെപ്റ്റ്. വേറാസ് ഫെർദർ ബാഡ് ഡെപ്റ്റ്, റിട്ടേൺ ഓഫ് ഫെർദർ ബാഡ് ഡെപ്റ്റ്, ഒരു ഫെർദർ ബാഡ് ഡെപ്റ്റ്, ഒരു ബാഡ് ഡെപ്റ്റും കൂടി ഉണ്ടായി, അത് നിങ്ങൾക്ക് എവിടെ വന്നത്, ഇവിടെ അഡ്ജസ്റ്റ്മെന്റിലാണ് വന്നത്. അതുകൊണ്ട് അതിന് 2 ട്രീറ്റ്മെന്റ് ഉണ്ടാവും. ബാഡ് ഡെപ്റ്റ് ഒറ്റ പ്രാവശ്യം ഉണ്ടാവുള്ളൂ. അതെന്തുകൊണ്ടാണ്, ട്രയൽ ബാലൻസിൽ വന്നോണ്ട്. അപ്പൊ ബാഡ് ഡെപ്റ്റ് എപ്പോഴും നിങ്ങൾക്ക് അറിയാം എന്താണ്, അതൊരു എക്സ്പെൻസ് ആണ് അല്ലെ. ബാഡ് ഡെപ്റ്റ് എന്താണ്, ഒരു എക്സ്പെൻസ് ആണ്. ബാഡ് ഡെപ്റ്റ് എത്രയാണ്, 7000. ഇത് ട്രയൽ ബാലൻസിൽ വന്ന ബാഡ് ഡെപ്റ്റ് ആയതുകൊണ്ട് ഒറ്റ പ്രാവശ്യം. പക്ഷെ അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് എവിടാ കൊടുത്തത്, അഡ്ജസ്റ്റ്മെന്റിലാണല്ലോ കൊടുത്തത്. ഈ അഡ്ജസ്റ്റ്മെന്റിൽ കൊടുത്തോണ്ട് ഇതിന് എന്തുണ്ടാകും, 2 ട്രീറ്റ്മെന്റ് ഉണ്ടാകും. ഒന്ന് നമ്മൾ എന്താ ചെയ്യുക, ബാഡ് ഡെപ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യും P&L. മറ്റേത് പിന്നെ ബാലൻസ് ഷീറ്റിലാണെന്നുള്ളത് ഉറപ്പാണല്ലോ. ഈ ഫെർദർ ബാഡ് ഡെപ്റ്റ് ഇത് തരാത്തത് ആരാണ്, ഡെപ്റ്റേഴ്സ് ആണ് തരാത്തത്. നമുക്ക് കടം തന്ന ആൾക്കാരാണ് എന്ത് ചെയ്യാത്തത്, തരാത്തത്. അയാളിൽ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. മനസ്സിലായല്ലോ. P&L ബാഡ് ഡെപ്റ്റിന്റെ കൂടെ ആഡ് ആക്കണം, ബാലൻസ് ഷീറ്റിൽ ഡെപ്റ്റേഴ്സിന്റെ കൂടെ എന്താക്കണം, മൈനസ് ആക്കണം. ഓക്കെ, അപ്പൊ ബാഡ് ഡെപ്റ്റ് P&L നമ്മൾ എന്താ ചെയ്യുന്നത്, ആഡ് ഫെർദർ ബാഡ് ഡെപ്റ്റ്. എത്ര ഫെർദർ ബാഡ് ഡെപ്റ്റ് വന്നത്, ഫെർദർ ബാഡ് ഡെപ്റ്റ് എത്ര മക്കളെ, 1000 രൂപയാണ് ഫെർദർ ബാഡ് ഡെപ്റ്റ്. അപ്പൊ 1000 രൂപ ആഡ് ആക്കി ടോട്ടൽ എത്രയാണ്, 8000 രൂപ പുറത്തേക്ക് എഴുതി. ഈ ഫെർദർ ബാഡ് ഡെപ്റ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്കും കൊണ്ടുപോകണമല്ലോ. എന്തിന്റെ കൂടെ കൊണ്ടുപോവുക, അസറ്റ് ആയ ഡെപ്റ്ററിൽ നിന്നും മൈനസ് ചെയ്യണം. ഡെപ്റ്റേഴ്സ് എത്ര മക്കളെ, ഡെപ്റ്റേഴ്സ് എത്രയാണ്, ഡെപ്റ്റേഴ്സ് 1,40,000 ആണ് എന്ത് വരുന്നത്, ഡെപ്റ്റേഴ്സ് വരുന്നത്. 1,40,000 ആണ് ഡെപ്റ്റേഴ്സ് വരുന്നത്. മൈനസ് ഫെർദർ ബാഡ് ഡെപ്റ്റിന് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. എത്ര ഫെർദർ ബാഡ് ഡെപ്റ്റ്, 1000 ആണ് ഫെർദർ ബാഡ് ഡെപ്റ്റ്.
which is 1,39,000. ക്ലിയർ ആയല്ലോ? ബാഡ് ഡെപ്റ്റിന്റെ ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത സാധനം ഡ്രോയിങ്സ്. അത് ബാലൻസ് ഷീറ്റിലേക്കുള്ളതാണ്. വെയിറ്റ് ചെയ്യട്ടെ. സ്റ്റേഷനറി എന്താണ്? ഒരു എക്സ്പെൻസ് ആണ് അല്ലെ സ്റ്റേഷനറി. സോ സ്റ്റേഷനറി എക്സ്പെൻസ് ആയതുകൊണ്ട് നേരെ ഡയറക്റ്റ് ആക്കി എഴുതുക. വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇതിന് വരുന്നില്ല. 6,000 രൂപ സ്റ്റേഷനറി. ഓക്കെ, അത് എഴുതി. സ്റ്റേഷനറി എഴുതി. പിന്നെ എന്താണ്? ബാഡ് ഡെപ്റ്റ് എഴുതി. ഓഫീസ് എക്സ്പെൻസസ്, ഓഫീസിലെ എക്സ്പെൻസസ്. അപ്പൊ അതെന്താണ്? നേരെ ഡയറക്റ്റ് ആക്കി ചെയ്ത ഓഫീസ് എക്സ്പെൻസസ് എത്ര വരുന്നത്? 4,000 രൂപ ഓഫീസ് എക്സ്പെൻസസ് വരും. അടുത്തത് എന്താണ്? ഇൻഷുറൻസ്. ഇൻഷുറൻസ് ഇവിടെ ഡെബിറ്റ് സൈഡിലാണ്. അപ്പൊ അതെന്താണ്? ഇൻഷുറൻസ് പേ ചെയ്തു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇൻഷുറൻസ് പേ ചെയ്യാനുള്ളതാണെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഞാൻ അതിനൊരു മഞ്ഞ മാർക്ക് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് അതിന് എന്തുണ്ട്? ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇൻഷുറൻസ് പ്രീപെയ്ഡ്. ഇൻഷുറൻസ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ മുന്നേ കൊടുത്തു, അതായത് മുന്നേ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ റെന്റ് കൊടുക്കാനുണ്ടായിരുന്നു. റെന്റ് 10,000 കൊടുക്കാനുണ്ട്. ഈ വർഷം 10,000 ആണ് കൊടുക്കാനുള്ളത്. ഞാൻ എന്ത് ചെയ്തു? അടുത്ത വർഷത്തെ 10,000 കൂടി കൂട്ടി 20,000 ആർക്ക് കൊടുത്തു? ഒരു ലാൻഡ് ഹോൾഡറിന് കൊടുത്തു. അതാണ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ മുന്നേ അടയ്ക്കാം. പക്ഷെ മുന്നേ അടച്ചത് എന്ത് ചെയ്യണ്ട? ഈ വർഷത്തെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് എടുക്കൂല. കാരണം എന്താ? ഒരു വർഷത്തത് ആ വർഷത്തത് മാത്രം കാണിച്ചാൽ മതി. മനസ്സിലായല്ലോ? അപ്പൊ ഈ വർഷം 15,000 ആണ് അടയ്ക്കാനുണ്ടെങ്കിൽ ആ വർഷം 15,000 മാത്രം കാണിച്ചാൽ മതി. 15,000 കൂടി ഞാൻ കൊടുത്തുക്കണല്ലോ, എക്സ്ട്രാ 15,000 അടുത്ത വർഷത്തും കൂടി കൊടുത്തുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രീപെയ്ഡ് എക്സ്പെൻസ് അവിടെ കാണിക്കാൻ പറ്റൂല. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് ഇൻഷുറൻസിലാണ് പ്രീപെയ്ഡ് ഉള്ളത്. ഇൻഷുറൻസ് ഞാൻ എത്ര അടിച്ചിട്ടുണ്ട്? 12,000 അടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വർഷം 2,000 രൂപ 10,000 അടിച്ചാൽ മതി. ഈ വർഷം എത്ര അടിച്ചാൽ മതി? 10,000 അടിച്ചാൽ മതി. ഈ 10,000 അടച്ചത് മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഫൈനാൻഷ്യൽ ഇയറിൽ എടുക്കേണ്ടത്. അതായത് ഈ 12,000 നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഈ 12,000 നിന്നും എന്ത് മൈനസ് ചെയ്യണം? 2,000 മൈനസ് ചെയ്യണം. 12,000 നിന്നും മൈനസ് 2,000. ഈ 2,000 എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഈ പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ആ വർഷം കൊടുത്തു, നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അടുത്ത വർഷത്തേക്കുള്ള. പക്ഷെ അത് കാണിക്കരുത്. അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്തിട്ട് കാണിക്കണം. പക്ഷെ അത് കൊടുത്തു വെച്ചതുകൊണ്ട് രണ്ടാമത്തെ എഫക്റ്റ് എന്താണ്? 2 എഫക്റ്റ് ഉണ്ടാവും. ഇതിലെ ഫസ്റ്റ് എഫക്റ്റ് ആണത്. രണ്ടാമത്തെ എഫക്റ്റ് എന്താണ്? മുൻകൂട്ടി കൊടുത്തത് കൊണ്ട് അതെന്താണ്? നമ്മൾ അതിനെ ഇനി ബോധോട് ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്താണ്? അസെറ്റ് ആണ്. മനസ്സിലായല്ലോ? അതെന്താണ്? അസെറ്റ് ആണ്. അവിടെ അത് പേയ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫൈനാൻഷ്യൽ P&L അക്കൗണ്ടിൽ എന്ത് ചെയ്യാൻ പാടില്ല? അത് കാണിക്കാൻ പാടില്ല. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ എഫക്റ്റ് എന്താണ്? ഇൻഷുറൻസിൽ നിന്നും P&L മൈനസ് ചെയ്യുക. ഇൻഷുറൻസ് എത്ര വരുന്നത്? 12,000 ആണ് ഇൻഷുറൻസ് വരുന്നത്. മൈനസ് പ്രീപെയ്ഡ്. 2,000 പ്രീപെയ്ഡ് ചെയ്യണം. പുറത്തേക്ക് എത്രയാണ്? 10,000 രൂപ. ഓക്കെ, ഇനി അടുത്തത് എന്താ വരുന്നത്? ഇൻഷുറൻസ്. ഇവിടെ എന്തെങ്കിലും വരുന്നുണ്ടോ? സെയിൽസ്, ട്രേഡിംഗിലേക്ക്, ക്യാപിറ്റൽ, ബാലൻസ് ഷീറ്റ്, ഓവർഡ്രാഫ്റ്റ് ഒക്കെ ബാലൻസ് ഷീറ്റ്. കമ്മീഷൻ റിസീവ് നമുക്ക് കിട്ടിയ വരുമാനമാണ് അല്ലെ? അത് എവിടെ ഉള്ളതാ? വരുമാനം എപ്പോഴും, ഇൻകം എപ്പോഴും ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. കമ്മീഷൻ റിസീവ്ഡ്. എത്ര കമ്മീഷൻ റിസീവ്ഡ്? 4,000 rupees ആണ് എന്ത്? കമ്മീഷൻ റിസീവ്ഡ്. നെക്സ്റ്റ് വേറെ ഐറ്റംസ് ഒന്നുമില്ല. പക്ഷെ ഒന്ന് നിങ്ങൾ P&L ചെയ്ത് ക്ലോസ് ആക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുക? ഒന്ന് അഡീഷണൽ ഇൻഫോർമേഷനിൽ കൂടെ പോവാം. അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? P&L ക്ലോസ് ആക്കാം. എന്നിട്ട് നെറ്റ് പ്രോഫിറ്റിൽ ഇതാക്കിയാൽ മതി കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോവാം. ക്ലോസിംഗ് സ്റ്റോക്ക് അത് നമ്മൾ എടുത്തു. ഇൻഷുറൻസ് പ്രീപെയ്ഡ് എടുത്ത്. റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എടുത്ത്. റൈറ്റ് ഓഫ് ഫർദർ ബാഡ് ഡെപ്റ്റ് എടുത്ത്. യെസ്, ഡെപ്രിസിയേഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? എടുത്തിട്ടില്ല. ഡെപ്രിസിയേഷൻ എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്തിട്ടില്ല? എടുത്തിട്ടില്ല. ഡെപ്രിസിയേഷൻ എന്തിന്റെ മുകളിലാണ്? മെഷീനറിന്റെ മുകളിലാണ് ഡെപ്രിസിയേഷൻ. അപ്പൊ എത്ര? 60,000 മുകളിലാണ് ഡെപ്രിസിയേഷൻ. എത്ര ഡെപ്രിസിയേഷൻ കൊടുത്തത്? 10% into 10/100 ആണ് ഡെപ്രിസിയേഷൻ കൊടുത്തത്. അപ്പൊ എന്താ? ക്ലോസ് ചെയ്യുക. എത്ര വരുന്നത്? 6,000 രൂപ എന്ത് വരുന്നുണ്ട്? ഡെപ്രിസിയേഷൻ വരുന്നുണ്ട്. ഈ ഡെപ്രിസിയേഷന്റെ ഈ 6,000 രൂപയ്ക്ക് എത്ര എഫക്റ്റ് ആണ്? 2 എഫക്റ്റ് ഉണ്ടാവും. ഇതിന് 2 എഫക്റ്റ് ഇല്ല, ഇതിന് ഒറ്റ എഫക്റ്റ് ഉള്ളൂ മെഷീനറിക്ക്. ഈ 6,000 രൂപ ഡെപ്രിസിയേറ്റ് ചെയ്യുന്ന ഈ എമൗണ്ടിനാണ് 2 എഫക്റ്റ് വരുന്നത്. ഒന്ന് എന്താണ്? ഡയറക്റ്റ് ആയി P&L അക്കൗണ്ടിലേക്ക് എഴുതും. എന്താണത്? എക്സ്പെൻസ് ആണ്, ഒന്നും നോക്കാനില്ല. രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിലേക്കാണ്. ബാലൻസ് ഷീറ്റിലേക്ക് എഴുതണം. എന്ത് ചെയ്യണം? മെഷീനറിന്റെ കൂടെ മൈനസ് ചെയ്യണം. മെഷീനറിന്റെ വാല്യൂ കുറയാണല്ലോ. അപ്പൊ മെഷീനറിന്റെ കൂടെ എന്ത് ചെയ്യണം? നിങ്ങൾ അത് മൈനസ് ചെയ്യണം. ഇതാണ് 2 എഫക്റ്റ്. അപ്പൊ നമുക്ക് ഡെപ്രിസിയേഷൻ ഇവിടെ എഴുതാനില്ലേ? P&L എഴുതാനില്ലേ? യെസ്, ഇവിടെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ഡെപ്രിസിയേഷൻ എത്ര എമൗണ്ട് വരുന്നത്? 6,000 രൂപ ഡെപ്രിസിയേഷൻ എമൗണ്ട് ആണ്. 6,000 രൂപ ഡെപ്രിസിയേഷൻ എമൗണ്ട് ആണ്. ഈ ഡെപ്രിസിയേഷൻ നമ്മൾ വേറെ സ്ഥലത്ത് എഴുതാനുണ്ട്. അതെന്താണ്? മെഷീനറിന്റെ കൂടെ. മെഷീനറി എത്ര വരുന്നത്? 60,000. യെസ്, മെഷീനറി നമുക്ക് വരുന്നത് 60,000 ആണ് മെഷീനറി വരുന്നത് ബാലൻസ് ഷീറ്റിൽ കേട്ടോ. മെഷീനറി 60,000 വരുന്നുണ്ട്. സെക്കൻഡ്. ഓക്കെ, മെഷീനറി 60,000 വരുന്നുണ്ട്. എന്താണോ
ഓക്കെ, മെഷീനറി 60,000 വരുന്നുണ്ട്. അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? ഡെപ്രിസിയേഷൻ മൈനസ് ചെയ്യണം. ഡെപ്രിസിയേഷൻ എത്ര വരുന്നത്? 6,000 ഡെപ്രിസിയേഷൻ, വിച്ച് മീൻസ് 54,000 ആണ് മെഷീനറിന്റെ വാല്യൂ. അപ്പം എന്ത് ചെയ്തു? നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിന്റെ കഥകൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. P&L അക്കൗണ്ടിന്റെ കഥകളും മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? P&L അക്കൗണ്ട് നമുക്ക് എന്താക്കാൻ പറ്റാം? ടാലി ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 1,500, 20,000, 8,000, 6,000, 4,000, 10,000, 6,000 ഇത് കുറെ കാൽക്കുലേറ്റ് ചെയ്യാനേ ഇല്ല. കാരണം ഒബ്വിയസ് ആയിട്ട് നമുക്കറിയാം ഈ സൈഡാണ് കൂടുതൽ എന്ന്. ഇത് കൂട്ടിട്ട് തന്ന സമയത്ത് നമുക്ക് കിട്ടും 3,57,500 കിട്ടും. വിച്ച് മീൻസ് ഇവിടെയും 3,57,500 കിട്ടണം. ഇവിടെ ആകെ എത്ര ഉള്ളൂ? 4,000 രൂപ. സോറി, ഒറ്റ മിനിറ്റ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന 55,500 ആണ്. ഇവിടെ 55,500 നിങ്ങൾക്ക് കിട്ടും. ഇവിടെയോ അപ്പോഴും നിങ്ങൾക്ക് എന്താ അറിയണം? ഇപ്പുറത്തും എന്ത് കിട്ടണം? 55,500 കിട്ടണം. 55,500 കിട്ടണം. അപ്പൊ എന്ത് ചെയ്യാം? 4,000 രൂപയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ 55,500 കിട്ടണം. അപ്പൊ 55,500 നിന്നും എന്ത് ചെയ്യാം? 4,000 മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 51,500 കിട്ടി. ബാലൻസ് ചെയ്തു. ഇനി ഈ ഒരു സംഗതിക്ക് എന്താ പറയാ മക്കളെ? ഈ ഒരു സംഗതിക്ക് എന്താണ് പറയാം? ഇതിന് പറയുന്ന പേരാണ് എന്ത്? നെറ്റ് ലോസ്. എന്താണ്? നെറ്റ് ലോസ്. അപ്പം ഡെബിറ്റിലാണ് വന്നതെങ്കിൽ, ഈ സൈഡാണ് വന്നതെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ക്രെഡിറ്റിലാണ് വന്നതുകൊണ്ട് എന്താണ്? നെറ്റ് ലോസ് കിട്ടും. ഈ നെറ്റ് ലോസിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ക്യാപിറ്റലിൽ നിന്നും കുറയാണ് അല്ലെ? ക്യാപിറ്റലിൽ നിന്നും എന്ത് ചെയ്യണം? നെറ്റ് ലോസിനെ മൈനസ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലോ ക്യാപിറ്റലിനും കൂട്ടണം. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോവാം അല്ലെ? നമ്മുടെ ഐറ്റംസ് ഒക്കെ നോക്കിക്കേ. ഇനി എന്തൊക്കെ? ഇനി ബാലൻസ് ഷീറ്റിലേക്കുള്ള ഐറ്റംസ് മാത്രമേ എടുക്കാനുള്ളൂ അല്ലെ? ബാലൻസ് ഷീറ്റിലേക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ വെച്ചിട്ട് തന്നെ തുടങ്ങാം. അതാണ് അതിന്റെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റിലൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ എഴുതാം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ഒരുവിധം എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ എഴുതാൻ പോവാണ്. ക്യാപിറ്റൽ എത്ര എമൗണ്ട്? ക്യാപിറ്റൽ 3 ലക്ഷമാണ് എന്ത്? ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം എന്താണ്? ഇവിടെ ക്യാപിറ്റൽ ക്യാപിറ്റൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രോയിങ്സ് ഉണ്ട് എന്ന് നിങ്ങൾ കണ്ടു. ഡ്രോയിങ്സ് ഉണ്ട്. ഈ ഡ്രോയിങ്സിന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഡ്രോയിങ്സിന് എന്ത് ചെയ്യണം? ഡ്രോയിങ്സിന് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 24,000. പിന്നെ വേറൊരു സംഗതി ഉണ്ടല്ലോ, നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും എവിടുന്ന് മൈനസ് ചെയ്യാനുള്ളതാ? ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ ക്യാപിറ്റലിന് എന്തൊക്കെ മൈനസ് ചെയ്യാനുണ്ടാവും? ഡ്രോയിങ്സ് മൈനസ് ചെയ്യാനുണ്ടാവും. ഇൻട്രസ്റ്റ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വന്നാൽ ഇൻട്രസ്റ്റ് കൂട്ടാനുണ്ടാവും. പിന്നെ എന്താ ഉണ്ടാവുക? നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ആക്കണം, നെറ്റ് ലോസ് ആണെങ്കിലോ മൈനസ് ആക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് നെറ്റ് ലോസ് ആണ് വന്നിട്ടുള്ളത്. നെറ്റ് ലോസ് വന്നത് 51,500 ആണ്. ഓക്കെ, ഇത്രയും 3 lakhs നിന്നും 24,000 51,500 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2,24,500 കിട്ടും. ഓക്കെ, അപ്പൊ ക്യാപിറ്റലിന്റെ തീരുമാനമായി കഴിഞ്ഞു മക്കളെ. ക്യാപിറ്റൽ എന്തായിട്ടുണ്ട്? തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ എഴുതാനുള്ള? ക്യാഷ് ഇൻ ഹാൻഡ് എഴുതാനുണ്ട്, ഫർണിച്ചർ എഴുതാനുണ്ട്. നമുക്ക് എഴുതിയാലോ? അസറ്റ് ആണല്ലോ, ഇതൊക്കെ അസറ്റ് ആണെന്ന് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞു തരുന്നില്ല അല്ലെ? ക്യാഷ് ഇൻ ഹാൻഡ് എത്ര? 32,000. പിന്നെന്താണ്? ഫർണിച്ചർ എത്ര വരുന്നത്? ഫർണിച്ചർ 12,800. യെസ്, 12,800 ആണോ? ഫർണിച്ചർ എത്ര വരുന്നത്? ഫർണിച്ചർ 1,28,000. 1,28,000 ആണ് എന്ത് വരുന്നത്? ഫർണിച്ചർ വരുന്നത്. 1,28,000. ഓക്കെ, 1,28,000 വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താ വരുന്നത്? നമ്മുടെ ഇൻഷുറൻസ് എടുത്തിരുന്നോ P&L അക്കൗണ്ടിലേക്ക്? യെസ്, പ്രീപെയ്ഡ് ഇൻഷുറൻസ് എടുത്ത് നമ്മളത് ഇതിലേക്ക് എടുത്തിട്ടില്ല അല്ലെ? ബാലൻസ് ഷീറ്റിലേക്ക് എടുത്തിട്ടില്ല. ഇൻഷുറൻസ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞ അസറ്റ് ആണ്, അത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമ്മൾ എന്ത് ചെയ്യണം? അസറ്റിലേക്ക് മെൻഷൻ ചെയ്യണം. 2,000 ഇവിടെ ഉണ്ടാകും കേട്ടോ. അതൊന്ന് മിസ്സായി പോയിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഓക്കെ, ഇൻഷുറൻസ് പ്രീപെയ്ഡ് 2 എഫക്റ്റ് ആണുള്ളത്. മാം നേരത്തെ പറഞ്ഞു തന്നു. ഒന്ന് എന്ത് ചെയ്യുക? ഇൻഷുറൻസിന്റെ കൂടെ മൈനസ് ചെയ്യുക. ആ പ്രീപെയ്ഡ് അസറ്റ് ആണ്, അത് ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടെഴുതും വേണം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്തു? ഡ്രോയിങ്സ് എടുത്തിട്ടുണ്ട്.
ഡ്രോയിങ്സ് എടുത്തിട്ടുണ്ട്, സ്റ്റേഷനറി കഴിഞ്ഞ് ഓഫീസ് എക്സ്പെൻസസ് എടുത്തു, ഇൻഷുറൻസ് എടുത്തു, PNL എഴുതി. നെക്സ്റ്റ് എന്താണ്? ക്രെഡിറ്റേഴ്സ്. യെസ്, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്വിയസ്ലി നമ്മുടെ ലയബിലിറ്റി ആണ് അല്ലെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ക്രെഡിറ്റേഴ്സ് എത്ര? 1 lakh ആണ് നമ്മുടെ ക്രെഡിറ്റേഴ്സ് വരുന്നത്. 1 lakh എന്താണ്? ക്രെഡിറ്റേഴ്സ് വരുന്നുണ്ട്. അടുത്തത് എന്താ? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലയബിലിറ്റി ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്താണ്? ലയബിലിറ്റി ആണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. എത്ര ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വരുന്നത്? യെസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 28,000 ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇനി എന്തെങ്കിലും ഐറ്റം ഒന്നും ഓടിക്കുക മിസ്, പ്രീപെയ്ഡ് മറന്ന പോലെ വേറെ ഒന്നും മറക്കരുത്. വേറെ എല്ലാ ഐറ്റംസ് ഡെപ്റ്റേഴ്സ് എടുത്തു, മെഷീനറി എടുത്തു, റെന്റ്, ഡ്രോയിങ്സ് എല്ലാം എടുത്തിട്ടുണ്ട് അല്ലെ, കമ്മീഷൻ റിസീവ്ഡ് മൊത്തം എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഇതിനൊന്ന് ടാലി ആക്കണം. ഇതിനെന്ത് ചെയ്യണം? ടാലി ആക്കണം. ടാലി ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സൈഡും ഈക്വൽ ആവണം. ഓക്കെ, ഒന്നും കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നേരെ ഡയറക്റ്റ് ആയിട്ട് പോയിക്കോ. ആഡ് ചെയ്തോ. 5,000 plus 2,24,000 1 lakh എത്ര? 28,000. മൊത്തം എത്ര വരും? 3,57,500 വരും. 3,57,500 which means ഇവിടെയും നമുക്ക് എന്ത് വേണം? അത് വേണം. 32,000 plus 2,500 plus 39,000 54,000 1,30,000 ഇത്രയും എമൗണ്ട് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3,57,500 കിട്ടും. ടാലി ആയോ? ടാലി ആയോ? ഇത്രയേ ഉള്ളൂ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എനിക്കറിയാം നിങ്ങളുടെ ഈ ടാലി ആക്കുന്ന സിസ്റ്റം ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്നത് കേട്ടോ. സോ അത് ടെൻഷൻ വരാതെ നല്ല കോൺഫിഡൻസ് കൂടി ചെയ്യാൻ കഴിയട്ടെ. മറന്നു പോവാതൊക്കെ. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും, പക്ഷെ ചില സമയം ചില സാധനം നമ്മൾ മറന്നു പോവാം. പിന്നെ ടാലി ആവാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? മൊത്തം കൺഫ്യൂസ്ഡ് ആവും, മനസ്സിൽ ടെൻഷൻ കയറും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താവും? ടെൻഷൻ കയറിയിട്ട് ബാക്കിയുള്ളതൊക്കെ പിന്നെ ഒന്നും ഒരു പിടി കിട്ടാതാവും. അപ്പൊ ആ ലെവലിൽ നിൽക്കരുത്. ആദ്യം ചെയ്യുമ്പോഴേ എന്ത് ചെയ്യാം? മിസ്സാവാതെ എല്ലാ ഐറ്റംസും അപ്പ തന്നെ എല്ലാത്തിലേക്കും എന്ത് ചെയ്യുക? പോസ്റ്റ് ചെയ്ത് കേട്ടോ. വേണമെങ്കിൽ മൊത്തം ഒരുമിച്ച് ചെയ്താൽ മതി 3 അക്കൗണ്ടുകളും. ഓക്കെ. സോ ഓൾ ഓഫ് യു താങ്ക് യു സോ മച്ച്. ലൈവിലൊക്കെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോ. ദെൻ ഓൾ ഓഫ് യു താങ്ക് യു സോ മച്ച്. ബൈ.